ഹലോ എല്ലാവർക്കും നമസ്കാരം. PSC 360യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സെഷനിൽ മെൻ്റൽ എബിലിറ്റിയിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന ടോപ്പിക്കിലെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ പെട്ടെന്ന് സോൾവ് ചെയ്യാം എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് PSC എക്സാംസിൽ പൊതുവേ ചോദിക്കുന്ന വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുള്ളൊരു ടോപ്പിക്കാണ്. സാധാരണ കുട്ടികൾ കുറച്ച് പേടിക്കുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ്. കാരണം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു വരുമ്പോഴേക്കും അത്യാവശ്യം നല്ല ടൈം എടുക്കാറുണ്ട്. സോ ഏതൊരു PSC എക്സാമിലും അറ്റ്ലീസ്റ്റ് 2 ചോദ്യങ്ങളെങ്കിലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിന്നും സിമ്പിൾ ഇൻട്രസ്റ്റിൽ നിന്നും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആണെങ്കിൽ ഇതിൻ്റെ ഷോർട്ട് കട്ട്സ് കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി ടൈം സേവ് ചെയ്യാം എന്നതിന് യാതൊരു ഡൗട്ടും ഇല്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് നോക്കാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുപലിശ എന്നാണ് അല്ലേ, അതായത് പലിശയുടെ മുകളിലുള്ള പലിശ, അതിനെയാണ് നമ്മൾ സാധാരണ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണ് എന്നറിയാമെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും. നമ്മൾ ഒരു പ്രത്യേക തുക ഒരു ബാങ്കിൽ നിന്നും നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്ര ശതമാനം നിരക്കിൽ ഓരോ വർഷവും നമ്മൾ അതിന് കൊടുക്കേണ്ട പലിശ, അതിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിനെ നമ്മൾ സാധാരണ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നു. എന്നാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ എടുക്കുന്ന തുക, ലോണായിട്ട് എടുക്കുന്ന തുകയ്ക്ക് നമ്മൾ ഒരു വർഷം കൊടുക്കുന്ന ആ ഒരു പലിശ ഉണ്ടല്ലോ, അതിനെ വീണ്ടും ആ തുകയിലേക്ക് ചേർത്ത് അതിനെ കൂടി നമ്മൾ പലിശയിലേക്ക് കൂട്ടുന്നു. ഇതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇൻട്രസ്റ്റിൻ്റെ മേലുള്ള ഇൻട്രസ്റ്റ്, അതായത് പലിശയുടെ മുകളിലുള്ള പലിശേനെയാണ് നമ്മൾ സാധാരണ കൂട്ടുപലിശ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ ടേബിൾ വെച്ചിട്ടുണ്ട്. ഇത് പ്രകാരം എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നും എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ബാങ്കിൽ നിന്നും 1000 രൂപ നിങ്ങൾ വായ്പ എടുക്കുന്നതിന് പകരം നിങ്ങൾ 1000 രൂപ അങ്ങോട്ട് നിക്ഷേപിക്കുകയാണ് എന്ന് കരുതുക. അന്നേരം നിങ്ങൾക്ക് കിട്ടുന്ന നിക്ഷേപത്തിൻ്റെ നിരക്ക് അല്ലെങ്കിൽ റേറ്റ് എന്ന് പറയുന്നത് 10% എന്നുണ്ടെങ്കിൽ ആദ്യത്തെ വർഷം 1000 രൂപയുടെ 10% നിങ്ങൾക്ക് 100 രൂപ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. രണ്ടാമത്തെ വർഷം സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് എത്രയാ, വീണ്ടും 1000 രൂപയുടെ അടുത്ത 10% 100 രൂപ കിട്ടും അല്ലേ. അപ്പോൾ 2 വർഷം കൊണ്ട് 200, 3 വർഷം 300, അങ്ങനെയായിരിക്കും ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടും. എന്നാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ആദ്യത്തെ വർഷത്തിൽ കിട്ടിയ ആ 100 രൂപ വീണ്ടും നിങ്ങളുടെ കോമ്പൗണ്ടിങ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രിൻസിപ്പാളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ തുകയിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ വർഷം ഇവിടെ നമ്മൾ 10% കണക്കാക്കുന്നത് ആദ്യത്തെ ഈ 1000 രൂപയ്ക്കല്ല, പകരം 1100 രൂപയ്ക്കാണ്. നിങ്ങളുടെ കയ്യിലുള്ള ആദ്യത്തെ 1000 രൂപയും പിന്നത്തെ 100 രൂപയും കൂടെ ചേർത്ത് 1100 രൂപയ്ക്കാണ് നിങ്ങൾ അവിടെ കോമ്പൗണ്ടിങ്ങിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ വർഷം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന എത്രയായിരിക്കും, 100 രൂപയ്ക്ക് പകരം 110 രൂപയായിരിക്കും ഇൻട്രസ്റ്റ് കിട്ടുന്നത്. മൂന്നാമത്തെ വർഷം ആകുമ്പോഴേക്കും 1100ൻ്റെ കൂടെ ഈ 110 കൂടി ചേർത്ത് നിങ്ങൾക്കിവിടെ 1210 എന്ന് കിട്ടും. മൂന്നാമത്തെ വർഷം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ 10% 1000-നുമല്ല 1100-നുമല്ല, പകരം 1210ൻ്റെ 10% 121 രൂപയായിരിക്കും നിങ്ങൾക്കിവിടെ പലിശ കിട്ടുന്നത്. അപ്പോൾ ഇത് 1000 രൂപയുടെ കാര്യമാകുമ്പം സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഒന്നിൽ 100ഉം അടുത്തതിൽ 110ഉം കിട്ടും. എന്നാൽ ഇത് 10000 രൂപയുടെ വ്യത്യാസം ആകുമ്പോഴോ ഇവിടെ 1000ഉം വീണ്ടും 1100ഉം കിട്ടും. 1 ലക്ഷത്തിൻ്റെ വ്യത്യാസമാകുമ്പോൾ അതിനനുസരിച്ച് പൈസ കൂടി വരും അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സാധാരണ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2 ഫോർമുലാസ് യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ എ എന്ന് പറയുന്ന അമൗണ്ട്, അതായത് നമ്മുടെ ആകെത്തുക കണക്കാക്കുന്നത് P × 1+R/T അപ്പോൾ ഇവിടെ P എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രിൻസിപ്പാൾ അല്ലെങ്കിൽ നമ്മൾ മുടക്കുന്ന ആ തുകയാണ്. ഇവിടെ R ആയിട്ട് ഉദ്ദേശിക്കുന്നത് നിരക്ക് അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് ആണ്. ടൈം എന്നതിനെയാണ് നമ്മളിവിടെ T എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്ര വർഷത്തേക്കാണോ അതിനനുസരിച്ച് കിട്ടും. ഇനി ഇതിൽ നിന്നും നമുക്ക് ആകെ കൂട്ടുപലിശ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രം കണക്കാക്കണമെങ്കിലോ അമൗണ്ടിൽ നിന്നും പ്രിൻസിപ്പാൾ കുറച്ചാൽ മതി. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് PSCയിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനെ എങ്ങനെ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാം എന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയ ഷോർട്ട് കട്ടാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഒക്കെ ചോദ്യങ്ങൾ പൊതുവെ ആൾക്കാർക്ക് പേടിയാണ്, ഒത്തിരി സമയം എടുത്താലോ എന്നാലോചിച്ച്. എന്നാൽ ഇവിടെ ഏറ്റവും എളുപ്പത്തിൽ വെറും സെക്കൻഡുകൾ കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുകയെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. A sum borrowed under compound interest doubles itself in 10 years. When will it become fourfold of itself at the
സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ കടം വാങ്ങിയ ഒരു തുക 10 വർഷം കൊണ്ട് ഡബിൾ ആകുന്നു, അല്ലെങ്കിൽ അത് ഇരട്ടിയാകുന്നു. അങ്ങനെയെങ്കിൽ അതേ നിരക്കിൽ തന്നെയാണെങ്കിൽ അത് എത്ര വർഷം കൊണ്ട് 4 ഇരട്ടിയാകും. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഈ ചോദ്യം എങ്ങനെയാണ് സോൾവ് ചെയ്യുക? നമുക്ക് അറിയാം, എമൗണ്ടിൻ്റെ ഫോർമുല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. എമൗണ്ട് ഇസ് ഈക്വൽ ടു P × 1 + R/100 ദി ഹോൾ പവർ T. ഇങ്ങനെയൊക്കെ നമ്മളിത് സോൾവ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ കേസിൽ ഇവിടെ തന്നിരിക്കുന്നത് 2 ഇരട്ടിയാവുന്നു എന്നാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പാളിനെ നമുക്ക് അറിയില്ല, P എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 2P ഇസ് ഈക്വൽ ടു P × 1 റേറ്റ് എത്രയാണെന്ന് അറിയില്ല, R/100 ഹോൾ പവർ. എത്ര വർഷം കൊണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 10 വർഷം കൊണ്ടെന്ന് നമുക്ക് ഇവിടേക്ക് കിട്ടും. ക്ലിയർ? ഇനി നമ്മുടെ ചോദ്യം അടുത്തതായിട്ട് ഇത് 4 ഇരട്ടിയാവാൻ എത്ര സമയം എടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 4 ഇരട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ടൈംസ് പ്രിൻസിപ്പാൾ ഇസ് ഈക്വൽ ടു, വീണ്ടും പ്രിൻസിപ്പാൾ ഇൻറ്റു 1 + R/100 ദി ഹോൾ പവർ T. അപ്പോൾ ഈ Tയുടെ മൂല്യം എത്രയാണെന്നാണ് നമ്മൾ ഇവിടേക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. 2 ഇക്വേഷൻ കിട്ടി, അത് രണ്ടും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തൊക്കെ വരുമ്പോഴേക്കും നമുക്ക് എത്ര സമയം എടുക്കും ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ? എന്നാൽ ഇതേ ചോദ്യം തന്നെ വളരെ ഈസി ആയിട്ടുള്ളൊരു ഷോർട്ട് കട്ടിൽ നമുക്കിവിടെ സോൾവ് ചെയ്താലോ? ഇങ്ങനത്തെ ചോദ്യങ്ങൾ സോൾവ് ചെയ്യാൻ നിങ്ങളിവിടെ ഓർത്തിരിക്കേണ്ട ഒരു കോഡ് വേർഡ് എന്ന് പറയുന്നത് യൂട്യൂബാണ്. സോ നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട് അല്ലേ, യൂട്യൂബ്. നമ്മൾ YT എന്നാണ് എഴുതുന്നത്. അപ്പോൾ ഈ Yയും Tയും ഈ ഒരു കോഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നേ. ഇവിടെ Y എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇയേഴ്സും T എന്ന് ഉദ്ദേശിക്കുന്നത് ടൈംസുമാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നു 10 വർഷം കൊണ്ട് അത് ഡബിൾ ആകുന്നു. ഡബിൾ എന്ന് വെച്ചാൽ 2 ടൈംസ് ആകുന്നു അല്ലേ. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടത് 4 ഫോൾഡ് ആകാൻ, 4 ഫോൾഡ് എന്ന് വെച്ചാൽ 4 ഇരട്ടി ആകാൻ എത്ര വർഷം വേണ്ടി വരും? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. നേരത്തെ ഫോർമുല നോക്കിക്കേ, നമ്മളിവിടെ പവറിലാണ് T എടുക്കുന്നത് അല്ലേ, ടൈം എടുക്കുന്നത്. അപ്പോൾ ഇവിടെ 2ൻ്റെ എത്രാമത്തെ പവറാണ് 4? 2ൻ്റെ സ്ക്വയർ, രണ്ടാമത്തെ പവറാണ് 4 അല്ലേ. ആ 2നെ ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 20 എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ 2ലുള്ള 20 വർഷമാണ് ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരം. അപ്പോൾ നമ്മളിത് ചെയ്തത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ആദ്യത്തെ ഇക്വേഷനിൽ നമുക്ക് വേണമെങ്കിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ഒക്കെ ചെയ്ത് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇതേ ഉത്തരം തന്നെ കിട്ടും. അത്തരത്തിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരൊറ്റ YT യൂട്യൂബ് എന്ന ഈ ഒരൊറ്റ കോഡ് വേർഡും കൊണ്ട് നമുക്ക് ഈ ചോദ്യം വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ മറ്റൊരു ചോദ്യം ഞാനിവിടെ നിങ്ങൾക്ക് തരികയാണ്. എ സം ഓഫ് മണി ഡബിൾസ് ഇറ്റ് സെൽഫ് ഇൻ 4 years അറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഒരു പ്രത്യേക തുക 4 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു. ഇറ്റ് വിൽ amount to 8 times itself at how many years? അപ്പോൾ എത്ര വർഷം കൊണ്ടാണ് അത് 8 ഇരട്ടി ആവുക? അപ്പോൾ ഈ ചോദ്യം എങ്ങനെയാണ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ഹോംവർക്ക് ആയിട്ട് തരുന്നു. ഞാനിപ്പോൾ പഠിപ്പിച്ച അതേ മെത്തേഡിലൂടെ നിങ്ങളിതൊന്ന് സോൾവ് ചെയ്ത് നോക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഷോർട്ട് കട്ട്സും അവ എങ്ങനെ പ്രയോഗിക്കണമെന്ന ടിപ്സും ഒക്കെയാണ് നമ്മുടെ PSC 360 എന്ന് പറയുന്ന നമ്മുടെ കോഴ്സിൽ വരുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.